ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനിന്ന് വന്നേക്കുന്നതേ നമുക്കൊരു ജാം ഉണ്ടാക്കി നോക്കാം. ഇപ്പം റംബുട്ടാൻ്റെ സീസൺ അല്ലേ. എനിക്കിന്ന് കുറേ റംബുട്ടാൻ കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് നല്ലൊരു ജാം ഉണ്ടാക്കാമെന്ന്. ഞാൻ കുറച്ച് ദിവസത്തേക്ക് മുമ്പ് ഒരു റംബുട്ടാൻ കൊണ്ട് കുറച്ചേ കിട്ടിയുള്ളൂ. അതുകൊണ്ട് ഞാനൊന്ന് ഉണ്ടാക്കി നോക്കിയായിരുന്നു. നമ്മുടെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ജാമിനെ പോലെ തന്നെ സ്വാദുണ്ട്. അതിന് കുറേ പണിയുണ്ട്. ആദ്യം ഞാൻ ആ പണിയെല്ലാം കഴിഞ്ഞിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ച വീഡിയോ. ആദ്യം ഞാൻ ഈ റംബുട്ടാൻ നമുക്ക് കിട്ടിയപ്പോൾ അത് കൊണ്ടുവന്ന് അതിൻ്റെ തോടെല്ലാം കളഞ്ഞിട്ട് അതിൻ്റെ പൾപ്പുണ്ടല്ലോ, ഫ്രൂട്ട് ഇരിക്കുന്നത്, അത് ജസ്റ്റ് ഒന്ന് കഴുകി, മണലൊന്നും ഇല്ലാതെ ഒന്ന് കഴുകി അതിൻ്റെ പുറത്തെ ആ രോമം പോലുള്ള ഭാഗമില്ല അതൊക്കെ കാണുമല്ലോ നമ്മൾ പൊളിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ. ഗ്ലാസ് വെള്ളം ഇത് ഒഴിച്ച് 2 കുക്കറിനകത്തിട്ട് വേവിച്ച് ഒരു 3 വിസിലടിച്ച് അത് പ്രഷറെല്ലാം പോയി കഴിഞ്ഞ് തുറന്നു നോക്കി. അപ്പോൾ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ അത് നല്ലതായിട്ട് ചൂട് പോയ സമയത്ത് നമ്മളൊരു അരിപ്പയ്ക്കകത്തോട്ട്, നമ്മുടെ പുട്ടിനൊക്കെ ഇരിക്കുന്ന അരിപ്പയില്ലേ, അതിനകത്ത് അതിൻ്റെ ആ പൾപ്പ് അടിയിൽ വരത്തക്കോണം നമുക്ക് നല്ലതായിട്ടത് ഏതെങ്കിലും ഒരു അരിപ്പയ്ക്കകത്തോട്ടിട്ട് പൾപ്പ് മാറ്റണം. കുരുവും പൾപ്പും കൂടെ വേറെ വേറെ മാറ്റണ്ടേ. അങ്ങനെ മാറ്റിയിട്ട് ഒട്ടും തരിയില്ലാതെ നമ്മൾ ഒരു ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കണം. കുറേശ്ശെ ഇട്ട് അടിച്ച് എടുത്ത പൾപ്പാണിത്. ഇനി ഇത് നമ്മൾ ചെറിയ തീയിലിട്ട് ആദ്യം തിളയ്ക്കുന്നിടം വരെ നല്ല ഫ്ലെയിമിലിടാം. എന്നിട്ട് തിളച്ച് കഴിയുമ്പം ചെറിയ തീയിലിട്ട് കുറേ സമയം ഇളക്കണം. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്ത് പഞ്ചസാര ഇടാം. ഞാൻ അത്രയൊന്നും ചെയ്യട്ടെ. അങ്ങനെ നമ്മുടെ ജാമിന് തിള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നല്ലോണം തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ 1 കിലോ പഞ്ചസാര ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അത് പോരാ, എന്തായാലും കുറച്ചും കൂടെ വേണം. എന്തായാലും എനിക്കതിൻ്റെ ക്വാണ്ടിറ്റി ഒന്നും പറയാൻ അറിയത്തില്ല, ഇത് എത്ര ഉണ്ടെന്നോ. ഞാൻ അങ്ങനെ ഒരുപാടൊന്നും ചെയ്തിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് ഇത്രയും ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ എന്തായാലും ഈ 1 കിലോ പഞ്ചസാര ഇതിലിടാൻ പോവാം. ജാമാകുമ്പോൾ നല്ല മധുരം വേണമല്ലോ. നല്ലതായിട്ട് അടി കെട്ടാതെ ഇളക്കണം. അതുകൊണ്ടാണ് കുറേ നേരം ഇളക്കണമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് സൂക്ഷിച്ച് അടി പിടിക്കാതെ ഇളക്കണം. പഞ്ചസാര എല്ലാം മെൽറ്റായി വരുന്ന സമയത്ത് ഇങ്ങനെ കുമ്പിള വന്ന് തെറിക്കും. സൂക്ഷിച്ചോണം. അങ്ങനെ ആരെങ്കിലും ഇത് കണ്ട് ചെയ്യുന്നെന്നുണ്ടെങ്കിൽ സൂക്ഷിച്ചോണം. തിള വന്നിട്ട് നമ്മുടെ ദേഹത്തെല്ലാം തെറിക്കും. ഞാൻ പൈനാപ്പിളിൻ്റെ ജാമൊക്കെ ചെയ്തിട്ടുണ്ട്. 1-2 ചക്കയൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ഇതാദ്യമായിട്ടാണ്, റംബുട്ടാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഇതൊന്ന് സെറ്റ്. അങ്ങനെ നമ്മുടെ ജാം റെഡി ആയിട്ടുണ്ട്. പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പാകമായോ എന്നറിയാനായിട്ട് ഞാൻ ചെയ്യുന്നത്, നമ്മൾ സാധാരണ എല്ലാവർക്കൊക്കെ അറിയാമായിരിക്കും, ജാം ഉണ്ടാക്കുന്നവർക്കൊക്കെ അറിയാം. ഞാൻ അതേപോലെ ചെയ്യുന്നത്, ഒരു ചെറിയ പാത്രത്തിൽ വെള്ളം നേരെ കോരി ഒരു തുള്ളി ഇങ്ങനെ ഒഴിക്കണം. ഒഴിക്കുമ്പോൾ അത് വെള്ളത്തിൽ നിന്ന് എങ്ങോട്ടും പടർന്നു പോകാതെ ഒരിടത്ത് തന്നെ നിൽക്കുക ആ ജാം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ അതിൻ്റെ ജാമിൻ്റെ പാകം ആയെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഞാനിങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് ഒരു ചില്ല് കുപ്പിയിലോട്ടാണ് നമ്മൾ മാറ്റേണ്ടത്. ജാമൊക്കെ ആകുമ്പം ചൂടോടെയാണ് നമ്മൾ കോരി ടിന്നിലാക്കുന്നത്, ചില്ലുകുപ്പിയിൽ ആക്കുന്നത്. അതുകൊണ്ട് ചില്ലുകുപ്പിയാണ് ഏറ്റവും ബെസ്റ്റ്. പ്ലാസ്റ്റിക്കിനകത്തൊക്കെ നമ്മൾ ചൂടോടെ കോരി ഒഴിക്കുന്നത് അത്ര നല്ലതല്ലല്ലോ. ഞാനിപ്പോൾ ഇവിടെ 2 ചില്ലുകുപ്പി എടുത്തിട്ടുണ്ട്. ഈ ചില്ലുകുപ്പിക്കകത്ത് ജാം ആക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ ഈ കപ്പിനകത്ത് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ആ വെള്ളത്തിലോട്ട് നമ്മൾ ഈ കുപ്പി ഇറക്കി വെക്കണം. കുപ്പി ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് ഇതിലോട്ട് നമുക്ക് നേരെ ഈ ജാം കോരി ഈ കുപ്പിയിലോട്ട് ഒഴിക്കാം. അപ്പോൾ കുപ്പി പൊട്ടുമെന്ന് നമുക്ക് പേടിക്കണ്ട. ഇങ്ങനെ കോരി നിറച്ചാൽ മതി. കുപ്പി താഴുന്നതിനനുസരിച്ച് വെള്ളം കളയുവാണെങ്കിൽ നമുക്ക് കപ്പിലെ വെള്ളം കുറേശ്ശെ കളയാം കേട്ടോ. ഞാൻ കോരി നിറയ്ക്കട്ടെ. 2 കുപ്പിയും അതേപോലെ 2 കുപ്പി ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് പറ്റുന്ന പോലെ കോരി വയ്ക്കാം. ഞാൻ കോരി വെച്ചിട്ട് കാണിക്കാമേ.
ഹലോ ഫ്രണ്ട്സ്, ഇതാ കണ്ടോ എൻ്റെ റംബുട്ടാൻ കൊണ്ടുണ്ടാക്കിയ ജാം. നല്ലതല്ലേ? അടിപൊളിയല്ലേ കാണാൻ? ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ. ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഇതിനകത്ത് ഞാൻ 1 കിലോ പഞ്ചസാരയാണ് ചേർത്തെന്ന് പറഞ്ഞത്. പിന്നെ ഞാൻ ആ പഞ്ചസാരയുടെ കൂടെ പിന്നെ ഒരു 1/2 കിലോ പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. മധുരം ഇടയ്ക്ക് വെച്ച് ഞാൻ നോക്കിയപ്പം കുറച്ച് കുറഞ്ഞെന്ന് തോന്നി. പിന്നെ 1/2 കിലോ പഞ്ചസാരയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇപ്പം ഇത് നല്ല പാകത്തിന് സാധാ ജാമിന് എത്ര മധുരം ഉണ്ടോ അതേ മധുരത്തിൽ ഇപ്പോൾ ഉണ്ട്. പിന്നെ ഈ ജാമിൽ ചില ജാമിലൊക്കെ പാകമായി ആകുന്ന സമയത്ത് നാരങ്ങാ നീരൊഴിക്കും. ചിലർ 1-2 സ്പൂൺ വിനീഗർ ഒഴിക്കും. ഞാനിതൊന്നും ചെയ്തിട്ടില്ല. ഇതിനിപ്പോൾ പാകത്തിന് പുളി ഉള്ളത് കൊണ്ട് ഞാൻ നാരങ്ങ ഒഴിച്ചിട്ടില്ല. അല്ലാതെ ഞാൻ നാരങ്ങ പൈനാപ്പിളിൻ്റെ ജാമിലൊക്കെ നാരങ്ങ ചേർക്കും. ഇതിന് പുളി ഇപ്പം സാമാന്യം പുളിയുണ്ട്. നമ്മുടെ ജാമിനൊരു ചെറിയ പുളിയും മധുരമില്ലേ, ആ പുളി ഇതിനുണ്ട്. അതുകൊണ്ട് ഞാൻ നാരങ്ങ ചേർത്തിട്ടില്ല. നാച്ചുറൽ ജാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരണേ. എനിക്ക് ലൈക്ക് തരണം, കമൻറ്റ് തരണം. എങ്ങനെയുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി റംബുട്ടാൻ ജാം. അപ്പോൾ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇപ്പം ഞാൻ ഇത് വെള്ളത്തിൽ തന്നെ വെച്ചേക്കുവാ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതേപോലെ വെള്ളത്തിൽ തന്നെ ഇരിക്കുമോ. ഇപ്പം ഇത് ഇനി നല്ലതായിട്ട് തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കാവും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടപ്പിട്ട് മുറുക്കി അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചുകൊണ്ടാൽ മതി. പിന്നെ ആവശ്യത്തിന് നമുക്ക് എടുത്താൽ മതി.